മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻവശം ചെറിയൊരു അമ്പലം. ഇസ്മാനെ പാട്ട് എന്താ പറയുന്നത്? ഇന്ന് പുരസ്കാര തിളക്കങ്ങൾ ഉറച്ച സംഘടനാബോധവും തെളിഞ്ഞ സംഘാടന മികവുമാണ് ഒളവണ്ണയുടെ കരുത്ത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുതൽ സാധാരണ പ്രവർത്തകർ വരെ ഇസ്മാൻ വേണോ? വണ്ടിയൊക്കെ ഉണ്ട്, നമ്മൾ നടക്കും. ആടുകൾ വിൽപ്പന. ഇവിടെ എന്താ കാണാനുള്ളത്? ബൊട്ടാണിക്കൽ ഗാർഡനാണ്. പൊട്ട ഒരു തേങ്ങ അറിയും. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്, എല്ലാവരും വന്ന് കാണണം. ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിലും കൊടൈക്കനാലും മാത്രമൊന്നുമല്ല. ഹിയർ ഇതെവിടെ സ്ഥലം റിസ്വാനെ? സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത്? ഒളവണ്ണ. എന്തോ നോക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അരളിയ. ഇത് ഇവിടെ ഇതെന്താ കാണാത്ത? അനേം കാടും ഒക്കെ അല്ലാണ്ട് വേറെ എന്താണ് ഇവിടെ ഉള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഇതെന്താ മരം? പനയല്ലത്? പനേ? ഞാൻ വേറെ എന്താ വെറൈറ്റി എന്താ പേര്? റോയിസ്റ്റോണിയ റെജിയ. ഓനേനു ായാല് കുറച്ചുകൂടി നീളം നടന്നാൽ അത് വരുമ്പോ ഞങ്ങൾക്ക് അവിടെ സ്റ്റെപ്പ് ഇറങ്ങാം. അവിടെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങി വരാം. നേരെ പോവാൻ ഞാൻ വേണ്ടി നേരെ പോയാൽ നഴ്സറിയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി. അവിടെ ഇരിക്കാൻ പെർഫെക്റ്റ്. സുഹൃത്തുക്കളെ, ഇവര് പറഞ്ഞെന്താ വെച്ചാൽ ഇത് വെറും തുടക്കാണ്. ഇനി അങ്ങോട്ട് മോൾക്കാണൊക്കെ ഉള്ളത്. അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ കാവൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. സീൻ സ്ഥലം. ഇത് നൈസ്. ഡോണ്ട് ടച്ച് ഫ്ലവേഴ്സ്. ഫ്ലവർ എവിടെ? ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് തൊടാൻ. അതെവിടെ? എവിടെ? ഓ, ഇതാണോ ഫ്ലവർ? ഇതാ അതിനെ ബോർഡ് ഇതിനെ അവിടെ വെച്ച്. ഇവിടെ ഫ്ലവർ ഉണ്ട്. നിലത്ത് വീണത് തൊടാൻ പറ്റുമോ? ഇല്ല. ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ പോയി അവിടെ ഒരു ബെൻഡ്, പിന്നെ ഇങ്ങനെ ഒരു ബെൻഡ് ഇവിടെ ഉണ്ട്. വണ്ടി ഇല്ല. ഈ മരങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഒരു പ്രത്യേക തരം ഇനമാണ് ഇത്. ഇതിങ്ങനെ ഇങ്ങനെയാണിത്. മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണിത്. അതാണ് ഇതിൻ്റെ ഒരു റിസ്വാൻ. ഈ ചെടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് the tip of the leaf is red in color. തൊട്ട് കാണിച്ചാൽ തൊടാൻ പറ്റില്ല. തൊടാൻ പറ്റില്ലേ? പിന്നെ പോയത് ഞങ്ങളെ. പിന്നെ ഒരാള് അതിരുണ്ട്, വിഷ്ണു. ഇതെന്താ റിസ്വാനെ? ഉമ്മൻചാണ്ടി. നേരത്തെ അച്യുതാനന്ദനല്ലോ. ഇതെന്താ പേര് മാറി മാറി കളിക്കുക? ഇപ്പൊ പഠിക്കാനൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ആര്? അല്ലേ സുഹൃത്തുക്കളെ, ചെറുതായിട്ട് പാളി. 2 കിലോമീറ്റർ ഇങ്ങനെ കുറേ ഹെയർ പിൻ ബെൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ അറിയാൻ പറ്റിയത്. ഞങ്ങളിങ്ങനെ കയറ്റാകുമ്പോൾ കുറച്ച് ആ കാണുന്ന ബിൽഡിങ് കാര്യം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് കരുതി.
പക്ഷേ പാളിപ്പോയി. ഇനി എന്തൊരു ഇതാണ് നമ്മളിപ്പോൾ നടക്കണല്ലേ. ഇപ്പോൾ വണ്ടി എടുക്കാൻ 46 ഏക്കർ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം. അപ്പോൾ ഇതുപോലത്തെ കയറ്റങ്ങൾ ഇനിയും കുറേ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സൂചന. അപ്പോൾ വരുമ്പോൾ എല്ലാവരും വള്ളക്കുപ്പിയൊക്കെ എടുത്ത് വരിക. ഞങ്ങൾ 2 ഹെയർ പിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെയാണ്. റിസ്വാൻ കോയി റിസ്വാനേ വാ. ഇനി ഓരോ വെന്റിലും ഇങ്ങനെ വീഡിയോ ഉണ്ടാവില്ല, ഇനി ഫൈനൽ വെന്റിൽ കാണാം. അതെ അതെ, ഇനി വീഡിയോ എടുക്കില്ല. ബൈ ബൈ. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവും എന്താണ് ഞമ്മക്ക് ഇവിടെ വലിയ കാര്യം ഇനിയാണ് സുഹൃത്തുക്കളെ. നിങ്ങളിത് കാണുക. എന്താണ് ടെറിഡോഫൈറ്റ്സ്? അതിൻ്റെ മുകളിലത്തെ സാധനം പടാപ്പൊട്ട. ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും പറ ജിയോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്താണ് എന്തുകൊണ്ട് ചോദിച്ചു? ഇല്ല ഇത് പറയ് പട്ടി. ഇനി പറയ്. ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാനത് കട്ട് ചെയ്തോളാ. ഈ ചെല്ലി പറയ്. എടാ ഓൾഡസ്റ്റ് ഡൈനോസറിനേക്കാൾ 400 മില്യൺ ഇയേഴ്സ് എഗോ 400 മില്യൺ പെർമിയന്റ് ഡിവോഡ്. അതിന്റെ എന്തിനാണ് ഞാൻ ഗൂഗിളിൽ ഇതൊക്കെ കാണിച്ചത്? പറയ്. 400 മില്യൺ ഇയേഴ്സോളം പ്രായമുള്ള സ്പീഷീസ് ആണ്. ഇതൊക്കെയാണ് ഇപ്പം കോളായി മാറിയിരിക്കുന്നത്. അതെ ഇതാണ് സുഹൃത്തുക്കളെ ഫോസിൽ ഫ്യൂലായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോളായിട്ട് ഇപ്പം ഉള്ളത്. പിന്നെ ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും പഴക്കമേറിയ ചെടി ഇതാണ്. 400 മില്യൺ ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഏജ്. ഈ മരപ്പൊട്ടൻ എന്തിനാ ഇതൊക്കെ വെറൈറ്റി വീഡിയോ. ഇവിടെ വഴിയുണ്ട് അല്ലേ? അല്ല നമ്മൾ അങ്ങോട്ട് പോയേക്കണ്ട, അങ്ങോട്ടാണ് പോകേണ്ടത്. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പോയേക്കല്ലേ. കമൺ ഗൈസ്, എല്ലാവരും ഇവിടെ വരണം. ട്രക്കിങ്ങിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ ബൈ. സുഹൃത്തുക്കളെ, അതിഗംഭീരമായി ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ. കണ്ടു റിസ്വാനെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ. റിസ്വാൻ, ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയടാ പട്ടി. ഒന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെ ഇവിടെ രണ്ടാൾക്ക് അങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ മൊത്തം 10-12 ആൾക്കുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ആടാ ഇവിടെ കുറേ ആൾക്ക് ഇരിക്കുക. ഓ ഗായ്സ്, എൻ്റെ മോനെ ഇവിടെ വട്ടത്തിലിരുന്ന് കുറ്റം പറയാം. ഓ സെറ്റ് സ്ഥലം. സുഹൃത്തുക്കളെ, ഇവിടെ ഗ്രീൻ ഹൗസ് ഉണ്ട്. ഗ്രീൻ ഹൗസിൻ്റെ പ്രത്യേകത റിസ്വാൻ പറയും. പറ 2 പ്രത്യേകത പറയും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞോടാ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് പറയ്. ഇത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റേഷൻ ആണ് ഗ്രീൻ ഹൗസ്. പറയ്. അങ്ങനെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് മോയിസ്റ്ററിനെ ട്രാപ്പ് ചെയ്തിട്ട് പ്രത്യേകമായി വളരേണ്ട സാഹചര്യങ്ങളിലൂടെ വളരേണ്ട സസ്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞോ? അത് മതി. എത്ര ഏക്കർ സ്ഥലം എന്നാ പറഞ്ഞാൽ എത്ര 6 ഏക്കർ അങ്ങനെ എന്താ പറഞ്ഞു. സീൻ സ്ഥലം ഗൈസ്. എന്താണ് ഉള്ളിലേക്ക് പൊത്തോ? ഓ സംഭവത്തിൽ രസമുണ്ട്. ഇതെന്താ സാധനം മനസ്സിലാണില്ല. ഇതാരോ ഇരിക്കണ പോലെ ഉണ്ടല്ലോ. വാതിലൊക്കെ മുട്ടുണ്ട് സുഹൃത്തുക്കളെ. എനിക്കറിയാൻ പാടില്ല പിന്നെ എന്തിനുള്ള കുഴപ്പം. ഓഹോ, പോസ് ചെയ്യാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പോസ് ചെയ്യട്ടെ. ഇത് ഫോൺ വന്ന് പിടിച്ച റെഡി സെറ്റ് ഓക്കെ. പക്ഷെ ഇതിങ്ങനെ ഉള്ളിലേക്ക് വേണേനു അപ്പം റെഡിയാവും. അത് നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം. നമ്മളിപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി അവിടെ എത്തിയിട്ടുള്ളൂ ഗൈസ്. ഇനി നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും വരാണ്ട് പിന്നെ ഇങ്ങനെ പോയി അങ്ങനെ അങ്ങോട്ട് എങ്ങനെ ഇപ്പോൾ ഇത് തീർക്കരുത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ പോകുവാണല്ലോ. എന്താ സൊല്യൂഷൻ? നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഗാർഡൻ പോകാം. അപ്പോൾ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നോളൂ. ഓക്കെ, എന്നാൽ എത്ര നമ്പർ നമുക്ക് സിസ്റ്റമാറ്റിക്കിൻ്റെ? സിസ്റ്റമാറ്റിക് ഗാർഡൻ 19. ഇതിലെവിടെ 19? നമ്മളിങ്ങനെ ഈ റൂട്ട് എടുക്കണം. എന്നിട്ട്
19 എവിടെ? അതാ വലുത്. ആ ഇതാ സുഹൃത്തുക്കളെ സീന് ഫ്രെയിം. യുസ്മാനെ 2 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഓക്കെ. ചെമ്പട്ടിയിലിരിക്കും. എവിടെ? ചെമ്പട്ടി. ചെമ്പട്ടി. സുഹൃത്തുക്കളെ ഇപ്പം ഞങ്ങളുള്ളത് മലബാർ ഹൊർത്തൂസ് 1984 ഇത് തുടങ്ങിയതിൻ്റെ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ ധ്യാനങ്ങൾ പൊടിച്ചിട്ട് അമ്മച്ചിക്ക് കൊടുന്നു കൊടുക്കുന്ന മക്കളും അച്ഛനാണ് ബാക്കിൽ നിൽക്കുന്നത്. ഇതൊരു ചരിത്ര പ്രസിദ്ധമായ കുപ്രസിദ്ധമായ കാര്യമാണ്. പിന്നെ ഇത് ചെമ്പട്ടിൻ്റെ ഇവിടെ, പിന്നെ ഇവിടെ മരത്തിൻ്റെ തണലിൽ അവിടെ അരിക്കല്ല് അമ്മിക്കല്ല് കത്തി വെട്ടാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു കുപ്പായം തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് അധികം നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, ചെറ്റ സുഹൃത്തുക്കളെ എനിക്ക് നോക്കാൻ പറ്റില്ല, ഓൻ അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. പിന്നെ അപ്പോൾ അങ്ങനെയാണ്, എല്ലാവരും ഇത് കാണാൻ ആസ്വദിക്കുക. സൂപ്പറാണ്. ചരിത്രം ഉണ്ടോ? പണ്ടാരം വെറുതെ കുറേ ഉണ്ടാക്കി വായിച്ച് കാണും, മാഞ്ഞു പോവുകയും ചെയ്തു. ഫ്രണ്ട്സ് ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ ചരിത്രം. ഇത് മാഞ്ഞു പോയിക്കണ്ട. ഫ്രണ്ട് ഇയർ ഓൺ. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് വായിച്ചു നോക്കാം. ഓക്കെ. വീഡിയോ നടക്ക്. ഞാൻ അറിയാൻ പാടില്ല പൊട്ട വീഡിയോ എടുക്കണം. മറ്റപ്പൊട്ടൊന്നും അറിയില്ല. എന്താണ് ഇൻഫ്ലോറസൻസ് ഹൗസ്? ഫ്ലോറസൻസ് പറഞ്ഞാൽ എന്താ? തിളക്കം. ഇവിടെ എങ്ങനെ തിളക്കം കിട്ടുക? ഒന്ന് ഷീറ്റ് ഇടാണ്ട് വെച്ചാൽ. അതെ, പക്ഷെ ഇത് വേണം, ഫ്രെയിം വേണം. ഹൗസ് ആണല്ലേ? ഷീറ്റ് ഇടാതെ വെക്കണം. അതാണ് അതാണ് ഇൻഫ്ലോറസൻസ്. മനസ്സിലായില്ലേ? പക്ഷെ ഫ്രെയിം വേണം. ഷീറ്റ് ഇടാൻ പാടില്ല, പക്ഷെ ഫ്രെയിം വേണം. നമ്മുടെ ബോർഡൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും തിക്കസ്റ്റ് ഫോറസ്റ്റ് ആയിട്ടുള്ള അതെ. ഇപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ സമയം ഏകദേശം 11 മണിയൊക്കെയാണ്, പക്ഷെ ഇവിടെ ഒരു തുള്ളി വെയിൽ പോലും ഇല്ല. ഇതാണ് ടിപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇവിടെ ജസ്റ്റ് മിസ്. നമ്മൾ ഇത്രയധികം കാത്തു നിന്ന സാധനമാണ് ഇത്, സിസ്റ്റമാറ്റിക് ഗാർഡൻ. എവിടെയാണ് ചേച്ചി സിസ്റ്റമാറ്റിക് ഗാർഡൻ? ഇതാ മുകളിലാ? ഇപ്പോൾ പോയിക്കൂടെ? അവിടെ എന്താ കാണാനുള്ളത്? അതെന്താ കാണാനുള്ളത് അവിടെ? ചെടികൾ തന്നെ. പ്രത്യേകിച്ച് പൂവുണ്ടോ ഇവിടെ കൊടുത്ത ഈ ലിസ്റ്റിലുള്ളതൊക്കെ? ഇത് ഇവിടെ ഉള്ളതല്ലേ? ഇതെന്താ നിന്റെ മുകളിൽ ഒരു സാധനം? അത് ഉണ്ടാക്കിയത്. ഈ പരിപാടി എപ്പോഴാണ് ഉണ്ടാവില്ല ഇവിടെ? ഡിസംബറിലുണ്ടാവരും. 31 വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഡിസംബർ 1 തൊട്ട് 31 വരെ ഫ്ലവർ ഷോ. ഡിസംബർ 1 തൊട്ട് 31 വരെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഷോ 5 തന്നെ. അങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവില്ലല്ലോ ഇവിടെ? ആദ്യമായിട്ടാ ഇവന് മരം പിന്നെ തലി മരം മനസ്സിലായി. ഇസ്വാൻ അവിടെ എന്താ ഉണ്ട് പറഞ്ഞ് മോളില്? ഓർക്കിഡ് എന്തേനു? വെള്ളോ? ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇവിടെ സുഹൃത്തുക്കളെ നവ്യ നായരൊക്കെ വരും എന്നുള്ളൊരു വാർത്ത കേട്ടു. നവ്യ നായർ ആരെയും? ഇതാ ഓർക്കിഡ്? ഇവിടെ ഒരു തേങ്ങ ഇത് പാരണം ചോദിക്കുക. സുഹൃത്തുക്കളെ ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇവിടെ ഓർക്കിഡ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കങ്ങനെ കാണാനൊക്കെ പറ്റില്ല. സുഹൃത്തുക്കളെ നമ്മൾ വാതിലൊക്കെ തുറന്ന് ഉള്ളിൽ കയറാൻ പോവാണ്. എന്തൊക്കെ പേര് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് സാധനം. സോറി, ലിലീസിയെ, സിമിലിമിലേസിയെ, കൊലിക്കിച്ചേച്ചിയെ, പണ്ടനേസിയെ, ടക്കസിയെ. പക്ഷെ ഓർക്കിഡ് ഇവിടെ ഇല്ല. കൊമ്മളിനേശിയെ, പൊണ്ടർനേശിയെ, അഷ്പനേശിയെ, ഓർക്കിഡേശിയെ. എടാ അത് ഓർക്കിഡാ. പക്ഷെ ഇതാണ് ഓർക്കിഡ്. ബിൽഡപ്പിനുള്ള
ഗറ്റനേഷ്യ ലോചനേഷ്യ അപ്പനേഷ്യ കായ കണ്ടോ? മൂക്കിട്ട മൂക്കിട്ട കായ ഇതാണ് മൂക്കിട്ട കായ. സുഹൃത്തുക്കളെ അക്ഷരം ശ്രദ്ധിക്കണം. മൂക്കിട്ട കായ മൂക്കിട്ട കായ മാറിപ്പോരുത്, മാറിപ്പോവും. പിന്നെ ഇവിടെ അതെന്താ അത് വെറൈറ്റി പേര് റിസ്വാനെ. ഹൈഡ്രൻ എങ്ങനെ കൊറഞ്ഞ ബലമനം കഴിഞ്ഞി നയാറ്റിങ്ങനെ ഇതൊക്കെ എന്താടാ പോർച്ചുലേശി എന്ത് പറയാ. പോയേശിയെ പോയേശി എവിടെ പോയേശി പോയിശി. പക്ഷെ ഇവിടെ ചെടി പൂവല്ലോ. ഇനി നമ്മൾ വന്ന സമയം ശരിയാവായിട്ടാ. ഫ്ലവറിനാ പറയാ. എടാ ഇത് അതായത് പൂ വരുന്ന ചെടിയും വരാത്ത ചെടിയാണും പെണ്ണും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അല്ലേ? തേങ്ങ അറിയില്ല. അമ്പഴം. ഓ നല്ലൊരു പേര്. മാവ്. ഇതെന്താ? മഞ്ചേരി. മുബശ്ശിറ മഞ്ചേരി. എന്തായാലും സംഭവം ഇവിടെ ഇതൊക്കെയുണ്ട്. പക്ഷെ നമുക്കിത് വലിയൊരു പിടുത്തമില്ലാത്തതുകൊണ്ടാണ്. ഫിലാന്തേസി ഉണ്ട് ഗൈസ്. ഓ ഇത് സീന് സാധനം. മറ്റേ ആ വർത്താനം പറഞ്ഞ റോബോട്ട് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ആ ടോയ്സ് ഉണ്ടാവില്ലേ നമ്മൾ വർത്താനം പറഞ്ഞ തിരിച്ച് വർത്താനം പറഞ്ഞ സാധനം. അതിൻ്റെ ഒറിജിനൽ സാധനം ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഗൈസ്. ഇത് പിന്നെ പയറിതാ ഇവിടെ. എന്താ പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇല ഇതൊക്കെ എൻ്റെ പുറയിലുണ്ടോ? കിഴാഞ്ഞല്ലി. ഇതെല്ലാം എന്ന് എൻ്റെ ഒപ്പം ഉണ്ടാക്കി തന്നെ കറി. പാലക്ക്. ഇപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാണ്. എന്താണ് ഇപ്പം ഇതിനെ പറ്റി ഒരു എക്സ്പീരിയൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്? സിസ്റ്റമാറ്റിക് ഗാർഡനാണ് ഇപ്പോൾ ഇത്. സിസ്റ്റമാറ്റിക് അല്ല, ഞാൻ മനസ്സിലാക്കണം. അല്ലേ? സിസ്റ്റമാറ്റിക് ആവാനുണ്ട്. എവിടെയൊക്കെയാണ് സിസ്റ്റമാറ്റിക് ആവേണ്ടത്? വെള്ളത്തിന്റെ പൈപ്പൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കാണേ. ശരിയാ കഴിച്ച്. എവിടെ? അതാ ഇതാണ് പൈപ്പ്. ഇത് തുരുമ്പല്ലടാ, ഇതിൻ്റെ പായലാ. ഓ കുഴപ്പമില്ല. ഇതിങ്ങനെ ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് എത്തി. പക്ഷെ ഇപ്പോൾ ഓർക്കിഡ് എവിടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഈ പൂവ് ഏതാണ്? ആർക്കാ കമന്റ് ചെയ്യുക. അതെ, ഇവിടെ ഈ പൂ കുറേ കാണാനുണ്ട് ഗൈസ്. ഇതിൽ രസമൊക്കെ ഉണ്ട്. വെയിലെങ്ങനെയുണ്ട് റിസ്വാനെ? വെയിൽ ഇപ്പോഴാണ് അറിയണത്. കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. അതെ കണ്ടോ, അതാണ് കാട്. അപ്പോൾ അവിടെ ഒരു തുള്ളി വെയിലില്ല. ഇവിടെ ഭയങ്കര വെയിൽ കണ്ടോ ഗൈസ്. എൻ്റെ നേരൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് നവ്യ നായർ ഭരതനാട്യം കളിക്കണ സ്റ്റേജ്. ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഇരുന്നാൽ കാണാൻ വരുന്നതാണ് റിസ്വാൻ പറയുന്നത്. നവ്യ നായർ ആരാ റിസ്വാൻ? വരും. ആരാണ്? വരും. എവിടെ വരും? ഇവിടെ വരും. ഇവിടെ ഭരതനാട്യം. ഇവിടേക്ക് ഇരിക്കുക ഗൈസ്. അവിടെയാണ് സ്റ്റേജ്. അവിടെ ഏതോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അതേതാ ബിൽഡിങ് ഇതാണ്? എടാ ഇതേതാ ബിൽഡിങ്? ഇത് ലാൻഡ്മാർക്കാ? അതേതാ? നമ്മളിപ്പോൾ ഏകദേശം എവിടെയോ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു ബിൽഡിങ്. ഹൈലൈറ്റ് ഒക്കെ കരം നമ്മളതിനാക്കി നോക്കണം. വീണ്ടും മരം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ മരം ഓരോ മാതിരിയാണ് ആകാശത്തേക്ക് പോയിക്കണത് ഗൈസ്. ചിലത് അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഒറ്റ പോക്കാണ്. ചിലത് ഇങ്ങനെ പോയിട്ട് മുകളിലേക്ക് എത്തിയിട്ടേക്കാരും ഒരൊറ്റ പോക്ക്. ഇത് ഭയങ്കര ഒരു ഇതാണ് ഇവിടെ. ഇതിപ്പോൾ എങ്ങനെ വീഡിയോയിൽ കിടക്കുന്ന പിങ്ക സംഭവം ഇത്. വെള്ളത്തിലെ ചെടികൾ കാണിച്ചില്ല സുഹൃത്തുക്കൾ. ഇതാണ് വെള്ളത്തിലെ ചെടികൾ. അക്വാഷ്യ. ഓ ഇത് കുറേ ഉണ്ട് ഗൈസ്. ഓ ഇത് സീനായിട്ടോ. അരേ വാ ഇവിടെ കുറേ ഉണ്ട്. ഇതെന്തിനാണ് വെള്ളത്തിൽ വെച്ചതെന്ന് അറിയില്ല. ഇതൊക്കെ ഓരോ ചെടികളൊക്കെയാണ്. കണ്ടില്ലേ സംഭവം? എടാ ഇതാണ് ആമ്പലപ്പൂ ഉണ്ട് പറഞ്ഞില്ലേ? പക്ഷെ മെയിൻ ആളെ കാണില്ല. ആരാ മെയിൻ ആള്? അവിടെ കഴിച്ച് പണിക്കാരൊക്കെ ഉണ്ട്. ഇനി ഇവിടെ വേറെന്തോ വരുന്നുണ്ട് മ്യൂസിക്കാരൻ.
ആര് BJP. BJP എവിടെ? ഇതിലെ താമരല്ലേ? ഇതല്ലേ താമര? സുഹൃത്തുക്കളെ ഇതാണ് BJP. പക്ഷെ ഇതായിട്ടില്ല, സമയത്തില്ല. എത്ര മണിക്കതാവില്ല അവരെ? എന്താ ഇതെന്താ ഇതിങ്ങനെ തൊള്ളോർ നിൽക്കണവരെ? ചതുര ഷേപ്പിൽ. യെസ് ഗൈസ്, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇതെന്തിനാ അങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാവണില്ല, പക്ഷേ ഇങ്ങനെ നിൽക്കണുണ്ട്. ഏതായാലും അവിടെ സൂര്യനെ ഫോക്കസ് ചെയ്യാൻ കേട്ടോ അത്. അങ്ങനെ എന്തോ കളിയാണ്. സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മൾ കയറാൻ പോകണമാണ് ഇവിടുത്തെ ഏറ്റവും സ്വർഗം എന്ന് പറയണ ഓർക്കിഡ് കാക്ടസ്. കയറാലല്ലേ? ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓർക്കിഡ്സും ഉണ്ട്, ഇവിടെ കാക്ടസും ഉണ്ട്. കാക്ടസിൽ പോയി കഴിഞ്ഞാൽ മോനെ, എൻ്റെ മോനെ, ഇതെന്താ സാധനം? സുഹൃത്തുക്കളെ ഇതാണ് മറ്റേ ഈ മരുഭൂമിയിലെ ചെടികൾ. അങ്ങ് ദുബായിൽ ഞാനെന്നും ഓരോന്ന് വെച്ച് കഴിക്കാറുണ്ടായിരുന്നു. അതെ, ഇതൊക്കെ ഞാനെപ്പോഴും കാണുന്നതാണ്. റിസ്വാൻ ഇതൊക്കെ കണ്ട അന്തം വിട്ടിട്ടുണ്ട് അല്ലേ റിസ്വാൻ? സീയ സാധനങ്ങൾ. ഇവിടെ അത് മാറല്ല, അതിൻ്റെ ഇതങ്ങനെയാണ് പൊട്ട. സുഹൃത്തുക്കളെ ഇത് വെറുത്ത, ഇതെല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ദിസ് ഈസ് വെർത്ത്. സുഹൃത്തുക്കളെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഓർക്കിഡ്സിൽ പോകാം. ഗൈസ്, ഓർക്കിഡ്സ് വെർത്താണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. എൻ്റെ മോനെ, ഇതെന്താ സാധനം? ഇതെന്താ മരം? ഇത് കാണണം ഗൈസ്, ഇതെന്താ സാധനം? വള്ളത്തിലാണെന്നും പറയാം, മരത്തിലാണെന്നും പറയാം. പക്ഷെ ഇത് എവിടെയാണ്? ഗപ്പിയോ? എവിടെ? ആ ഗപ്പി കണ്ട് കഴിച്ചു. നോക്കി സുഹൃത്തുക്കളെ, എന്ത് രസമാണ്. ഇവിടെ വന്നിങ്ങനെ ഒരു 4-5 മണിക്കൂർ നമ്മൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഇതൊക്കെ വരിക, സാഹിത്യബോധങ്ങളൊക്കെ. പിന്നെ ഇത് എന്താ പറയുക? എന്തെങ്കിലും പറയും. എനിക്കൊന്ന് ഇവിടെ മാജിക് മഷ്റൂം. യെസ്, wow, this is magnificent and beautiful. Yesterday, tomorrow. സുഹൃത്തുക്കളെ ഇത് സീൻ കേട്ടോ. ഇത് സീരിയസ് ആയിട്ട് പറയാം, ഇത് സീനാണ്. എല്ലാവരും വരണം. ഇത് വെട്ടാം സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി ഇവിടെ വാട്ടർഫോൾസ് ഓണാക്കി ഗൈസ്. സുഹൃത്തുക്കളെ ഇത് കാണാം. സുഹൃത്തുക്കളെ, വാട്ടർ ഈസ് ഫാളിങ്. ഇതിങ്ങനെ വന്ന് അതിൽ കൂടി വന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഒരുമിച്ച് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി പിന്നെ ഇതിങ്ങനെ പോവാണ്. ഇതിനെപ്പറ്റി എന്താ സാധനം പറയാനുള്ളത്? വാട്ടർഫാൾസ് അതിമനോഹരൻ ആൻഡ് ബ്യൂട്ടിഫുൾ. നമുക്ക് പോകണം സുഹൃത്തുക്കളെ. ഇവിടെ എന്തോ ഒരു വേറെ ടൈപ്പ് കളർ ചെടിയൊക്കെ ഉണ്ട്. ഇത് ഗസ്റ്റ് ഹൗസാണ്. ആരെങ്കിലുമൊക്കെ വന്ന് താമസിക്കണമെങ്കിൽ താമസിക്കാം. പിന്നെ ഇപ്പോഴത്തെ വാട്ടർ ടാങ്ക് ഇതാണ്. ഇനി പുതിയതായിട്ട് ഉണ്ടാക്കുന്ന വാട്ടർ ടാങ്കാണ് അവിടെ കാണുന്നത്. പിന്നെ ഇതാണ് ഒരു ലാബ്. പിന്നെ ഇവിടെ മിൽമൻ്റെ ബൂത്തുണ്ട്. ഇവിടെ ഇരുന്ന് കുടിക്കാം. ഐസ്ക്രീം ഉണ്ട്, ജ്യൂസ് ഉണ്ട്, സിപ്പപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ള് വീണ്ടും മരങ്ങളും കാടുകളും ഒക്കെയാണ്. എനിക്ക് എന്തൊക്കെയുള്ളത് സുഹൃത്തുക്കളെ,
ഇവിടെ നമുക്ക് ആവശ്യമായി ഈ അടുപ്പത്ത് പൊന്തിച്ച മിനിറ്റ് മെയിലിൻ്റെ ജ്യൂസും മിൽമൻ്റെ ജ്യൂസൊക്കെ കിട്ടും. റിസ്വാൻ മിൽമൻ്റെ ജ്യൂസ് കുടിക്കുന്നു, ഞാൻ മിനിറ്റ് മെയിലിൻ്റെ കുടിക്കുന്നു. മിൽമൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത് എന്നാൽ കുടിച്ചോ. ഇത് സൂപ്പറാണ്. എൻ്റെ എന്താ ഇത് സൂപ്പർ ഡൂപ്പറാണ്. സൂപ്പർ ഡൂപ്പർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ആൻഡ് പവർഫുൾ, ഹെൽത്തി ആൻഡ് എറ്റ്സെട്ര. ഇറ്റ് ഈസ് അല്ലേ? ഇറ്റ് ഈസ് എക്സെട്ര. യെസ്, ഇതും പവർഫുൾ. സുഹൃത്തുക്കളെ, റിസ്വാൻ നടന്നു വരുന്നു. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. വർത്ത്. ഞങ്ങൾ വീണ്ടും താഴ്ത്തിറങ്ങാണ് ഗൈസ്. കാർണിവോറസ് ആണ്. എന്തിനു? ഇറച്ചി തിന്നണതോ? ഇറച്ചി തിന്നണോ? മിഞ്ഞി കടിച്ചു മോനെ. അതാ വീനസ് ഫ്ലൈ ട്രാപ്പ്. വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഇത് നമ്മളെ കടിക്കോ? ഇത് എവിടെ ഫ്ലൈ ട്രാപ്പ്? എവിടെ? ഈ അടപ്പിലേക്ക് പ്രാണികൾ കയറിയാൽ അത് അങ്ങോട്ട് അടയ്ക്കും. ഫ്ലൈ ട്രാപ്പോ? സുഹൃത്തുക്കളെ, ഇതാണ് വീനസ് ട്രാപ്പ്. ഇത് കണ്ടോ? അപ്പോൾ ഇത് തുറന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പ്രാണികൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അടയും. അതുകൊണ്ടാണ് ഇതിനെ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലാകാം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സംഭവം ഇത് നൈസ് ആണ്. കഴിക്കണ്ട. ഇത് നമ്മളിപ്പോൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് മരം. ഇത് മേലേക്ക് ഇങ്ങനെ ഒരു പോക്ക. എങ്ങനെ ഇപ്പം ഇതിൻ്റെ ഒരു ഇത് സീന്. ചെടിച്ചട്ടി താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ ബന്ധപ്പെട്ടാൽ ചെടിച്ചട്ടികളും തൈകളൊക്കെ കിട്ടാവുന്നതാണ്. വിൽപ്പനക്ക് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. സുഹൃത്തുക്കളെ, വേറെ സാധനം കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ബട്ടർഫ്ലൈ ഗാർഡനാണിത്. ഓ, ഇത് സീന്. ഇവിടെ അതിഗംഭീരമായിട്ട് അതാ ബട്ടർഫ്ലൈ. അതാ ചേട്ടാ, ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ. അതാ ഗൈസ് ബട്ടർഫ്ലൈ. കണ്ടു നിങ്ങൾക്ക്? അതാ ബട്ടർഫ്ലൈ. 1 2. ഓ, അവിടെ ഒക്കെ ഉണ്ടടാ, കുറേ ഉണ്ട്. ഇത് ശരിക്കും ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ. യാ മോനെ, എത്ര നിങ്ങൾക്ക് കാണണ്ട ഗൈസ്? നിങ്ങൾക്ക് കാണണ്ടായിരിക്കും അല്ലേ? ഞാൻ അങ്ങനെ പുളി പറയാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ പുളി പറയല്ല. ഇവിടെ ശരിക്കും കുറേ ബട്ടർഫ്ലൈ ഉണ്ട്. കണ്ടോ? നോക്ക്. ഓ, ഇൻ്റെ മോനെ, ഇവിടെ ഇത് എത്ര നോക്കടോ. എൻ്റെ മോനെ, ഇത് കലക്കം സാധനം. ഇവിടെ ഒക്കെ ഉണ്ട് ഗൈസ്. ഇത് ശരിക്കും ബട്ടർഫ്ലൈ ഗാർഡനാ. ദിസ് വേ അവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവരൊക്കെ പറക്കും. ചിലപ്പോൾ പറക്കണില്ല, എന്തോ പോകും. ഇവിടെ തന്നെയാണ് കൂടുതലുള്ള കേട്ടോ. കണ്ടോ? പോയി. പിന്നെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ ഇരുന്ന് 2 ടീമൊക്കെ ആയിട്ട് നമുക്ക് കൊണക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും 2 ടീമായിട്ട് ഇരുന്ന് കൊണക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അവിടെ കുറേ മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് കൊണക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഓ, ഇവിടെ ഫുള്ള് ഇരുന്ന് കൊണക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. ഒരു പട ആൾ വന്നാലും നമുക്ക് സംസാരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെ മറ്റേ ഗൾഫ് ഹൗസ് ഉണ്ട്. അല്ല, ഗൾഫ് ഹൗസ് അല്ല, എന്ത് ഗ്രീൻ ഹൗസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വെള്ള കസാര ഉണ്ട്. സംഭവം സൂപ്പർ. ഓഹ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. റിസ്വാനെ, ഇതൊന്നും ഇങ്ങനെ പിടിച്ചേക്കോ. ഞാൻ അവിടെ പോയിട്ട് ആ പുലിയിലൊന്ന് കിടക്കട്ടെ. എന്നാ ഒന്നിങ്ങനെ പിടിച്ചോ, ഈ ഫ്രെയിമിലിട്ടോ. ഞാൻ അവിടെ പോയിട്ട് കിടക്കണം.
അപ്പൊ ഫോട്ടോ കണ്ട അനക്കില്ലേ? ഇതൊക്കെ കണ്ടോ ഗൈസ്? അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നമുക്ക് ഒരു സ്റ്റേജ് ഷോക്ക് നടത്താം. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. എവിടൊക്കെ ഇരിക്കുക എന്നാ പറയപ്പത്. ഓ ഇവിടെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഇതൊന്ന് കുടിച്ചാ ഞാൻ ഇരിക്കട്ടെ. കത്തിച്ചിടാം ക്യാമ്പ് ഫയർ. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, പോട്ടെ. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഓ കൊയങ്ങി. അതൊക്കെ ഓ വേറെ സാധനം. അതിപ്പോ ഓണാക്കിയില്ല, ഇപ്പോൾ ഓണാക്കിയിട്ടില്ല. ഇപ്പോൾ വേനലല്ലേ, മഴ ആകുമ്പോൾ നല്ല ഇതാവുന്നാണ് ഒരു പറഞ്ഞു. ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ഒരൊറ്റ പോക്കാന്നാ പറഞ്ഞു. ഓഫ്, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദിസ് വേൾഡ് ഗൈസ്. സുഹൃത്തുക്കൾ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഇവിടെ വെറും അതിശയിപ്പിക്കാനുള്ള സംഭവം. ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ജിഞ്ചർ ആൻഡ് ബനാനാസ് ഇൻ ഇന്ത്യ. ഇത് എവിടെ ഇങ്ങോട്ടല്ലേ? എൻ്റെ മോനതൊക്കെ കണ്ട് തീരെ നമ്മള് ഈ പണ്ടാന സമയവും ഇല്ല. ബാ, ഏതായാലും ഇവിടെ വരെ വന്നില്ലേ. സംഭവം അടിപൊളിയായില്ലേ? ഞാൻ വിചാരിച്ചില്ല ഇത്ര ഉണ്ടാവുന്നു. സത്യം, അത് സത്യം പറയാണ് ഗൈസ്. നമ്മൾ ശരിക്ക് ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയൊരു ഗാർഡനൊക്കെ വിചാരിച്ച്, പക്ഷെ ഇത് ശരിക്കും സൂപ്പർ. മറ്റേ പറയുകയാണെങ്കിൽ പുറത്തത്തെ ഊട്ടിയിൽ മറ്റൊരുത്തൊക്കെ പട്ടാണെങ്കിൽ വെറുതെ ഭംഗി മാത്രമേ ഉള്ളൂ, കുറേ പൂ വെച്ചിട്ട് കളർ. അതെ, ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ചിൽച്ച എന്താ ജിഞ്ചർ ഹൗസ് എന്താ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൈക്കിലുണ്ട്. ഇതെന്തായാലും നമുക്ക് തീരെ സമയമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ മാതിരി ഓരോ സംഭവങ്ങളും കൂടെ കാണാൻ പറഞ്ഞാൽ വെരി ഹെക്റ്റിക് ടാസ്ക്. ഇതിലെവിടാ ജിഞ്ചർ? ശരിയാ, ജിഞ്ചർ മണ്ണിൻ്റെ അടിയിലാണ്. ആടാ, ഇതാടാ ജിഞ്ചർ. അതാ ഓ, ഇവിടെ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. ജിഞ്ചർ എലമ്പ നോക്കിയാൽ കാണാൻ പറ്റില്ല. മോനെ, ഓ വാവ്, ഇതാ അവിടെ വേറെ ഒന്ന്. ഇതാ മോനെ, ഫുള്ള് ഇഞ്ചി. എൻ്റെ മോനെ, എന്താ പഠിച്ചോൻ്റെ ഭൂമി. സുബ്ഹാനല്ലാഹ്. 1 കിലോ ഇഞ്ചി, 1 കിലോ ഇഞ്ചി 100 അതാ പല്ലിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇഞ്ചി കണ്ടില്ലേ? നമുക്ക് വായ നോക്കാം. ദിസ് വൺ നെക്സ്റ്റ്. ഇങ്ങനെ ഒരു പോക്ക. ഇതിൻ്റെ ഒരു പ്രത്യേക ഒച്ചയൊക്കെയാണ്, കാറ്റടിക്കുമ്പോൾ വരുന്ന ഒച്ചല്ലേ. ഓ, എത്ര ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കാണെങ്കിൽ ഇത് ഫോട്ടോ എടുക്കലും അറിയില്ല, വീഡിയോ എടുക്കാനും അറിയില്ല. ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കുക. 2 വാഴകൾ, 2 അല്ല 1. ഞാൻ വായല ഗൈസ്, ഇമ്പോർട്ടൻറ്റ് വാഴ. സുഹൃത്തുക്കളെ, ഈ വ്ളോഗ് എല്ലാവരും സക്സസ്ഫുൾ ആൻഡ് ലൈക്ക്ഫുൾ ആൻഡ് കമൻറ്റ്. യെസ്, കാരണം ഞങ്ങൾക്ക് വ്ളോഗ് എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മുക്കി വ്ളോഗൊക്കെ എടുക്കുകയാണ്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ ഫോർ ദ ഇൻഫർമേഷൻ ഓഫ് ദ പാസിങ് ടു യു. ഇതെന്താ കാട്ടണേ? സുഹൃത്തുക്കളോ എന്താ കാട്ടാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയൊരു വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ശരി, അടുത്ത വീഡിയോ വരേക്കും ശരി. ഇസ്ബാനെ, ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയും. എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു ബൊട്ടാണിക്കൽ ഗാർഡനെ അപേക്ഷിച്ച് വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ട്. ഇതാണ് ബാംബു. മറ്റേ എഡ്യൂക്കേഷൻ എന്താ പറഞ്ഞു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് പൂ കണ്ടു പോകാൻ. അതെ, ഒളവണ്ണ ഒരു പൂന്തോട്ടം സമ്മാനിച്ചു. അതെ, ഒരു പൂ കാണാൻ വന്ന് ഞങ്ങൾക്ക് ഒരു പൂന്തോട്ടം തന്നെ കിട്ടി ഗൈസ്. പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ, ഉളവണ്ണ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ആകെ 2 കിലോമീറ്റർ. ഈ 2 കിലോമീറ്ററിന് 25 വയസ്സായിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. എന്ത് ചെയ്യും? എത്ര ആണെങ്കിലും അതിലെനിക്ക് ഖേദമുണ്ടോ? 25 കുറച്ചും കൂടെ നേരത്തെ, അതിനല്ലോ കുറച്ചും കൂടെ നേരത്തെ ഇവിടെ വരാമായിരുന്നു എന്നുള്ളൊരു ഇല്ലേ, തോന്നണില്ലേ അല്ലേ? കാരണം എനിക്ക് കുടുംബക്കാരെ ആര് വരികയാണെങ്കിൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഇത് ഇത്രയും വലിയൊരു അസറ്റ്, ചെറിയൊരു പിക്നിക്. യെസ്. പിന്നെ എന്താ, ഇത് ശരിക്ക്
3 മണിക്കൂറിനാണ് 50 റുപ്യ. ഈ 3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും ഒരു 10 മിനിറ്റിൽ വന്ന് കണ്ടു പോകാന്നുള്ള പ്ലാനിലാണ് ഞാൻ വന്നത്. പക്ഷേ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര മണി നമ്മളെ ബില്ലിലുള്ള ടൈം ബില്ലിലുള്ള ടൈം 9:40. അപ്പോൾ സമയത്ത് 11 മണിയായി. കണ്ടോ, അതാണ് അത്. ഇപ്പം ടോപ്പിലാണ്. ഞങ്ങൾക്ക് പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പോൾ സംഭവം എല്ലാവരും വരണം. മസ്റ്റ് സീ, മസ്റ്റ് ട്രൈ, മസ്റ്റ് വാച്ച് ആണ്. പിന്നെ വേറെ ഇനി ഇവിടെ കുറേ കാണാണ്ട് ഞങ്ങൾ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു 30 സെക്കൻഡ് വീഡിയോ ആക്കി എടുക്കണം എന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കണ്ട് ഇതുവരെ എത്തിയ എല്ലാവരോടും താങ്ക്സ്. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വ്ളോഗ് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും. ഓക്കെ, ഏറ്റവും ശരിയാണ്. എങ്ങനെയാണ് വൈരെത്തി സുഹൃത്തുക്കളെ, വൈരെത്തി. എടാ ഇവിടെ വഴി, ഇതാ വഴി.